ഈശോ മിശിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ്. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമുക്കൊരിക്കലും കുറച്ച് വാക്കുകളിലൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരുപാട് ബുക്കുകൾ എഴുതിയാലും തീരാത്തത്ര ഉള്ളടക്കം അടങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇവിടെ നമ്മൾ നോക്കുകയാണ് അറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്വർഗത്തിൽ വാഴുന്ന ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. എന്താണ് ഈ അങ്ങയുടെ രാജ്യം? ദൈവരാജ്യത്തെക്കുറിച്ചാണല്ലേ അവിടെ പ്രതിപാദിക്കുന്നത്. അങ്ങയുടെ രാജ്യം വരയണമേ. ആ ദൈവരാജ്യം ഇവിടെ സുസ്ഥാപിതമാക്കാനാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ആഗതനായത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമുക്കറിയാം, ബൈബിളിൽ പ്രത്യേകമായി പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്നതായി, ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സ്വർഗത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ അങ്ങ് ആ ഒരു കെയറോടുകൂടി ഭൂമിയിലും ആ സംരക്ഷണം തരണമേ എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഭൂമിയും സ്വർഗവും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയിലെ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷണ ഘട്ടങ്ങളാണ്. ഇവിടുന്ന് കുറേ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്, അല്ലേ? സ്വർഗത്തിൽ പോകാനുള്ള ഒരു കടമ്പയാണ് ഈ ഭൂമിയിലെ നമ്മുടെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം.